കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്കുള്ള മരുന്ന് വിതരണം പ്രതിസന്ധിയിൽ 9 മാസമായുള്ള കുടിശ്ശിക തീർക്കാതെ മരുന്ന് വിതരണം ചെയ്യില്ല എന്ന തീരുമാനത്തിലാണ് വിതരണക്കാർ. ഇതോടെ ആശുപത്രിയെ ആശ്രയിക്കുന്ന സാധാരണക്കാരായ നിരവധി പേരാണ് ദുരിതത്തിലായത്. 9 മാസത്തെ മരുന്ന് കുടിശ്ശികയായ 80 കോടി രൂപയാണ് മരുന്ന് വിതരണക്കാർക്ക് കൊടുത്തു തീർക്കാനുള്ളത്. ആശുപത്രി വികസന സമിതിക്ക് കീഴിലുള്ള ന്യായവില മരുന്ന് ഷോപ്പിലേക്കും മരുന്ന് സർജിക്കൽ ഉപകരണങ്ങളും വിതരണം ചെയ്ത ഇനത്തിലാണ് കുടിശ്ശിക. ഇത് പൂർണ്ണമായും തീർത്തില്ലെങ്കിൽ മരുന്ന് വിതരണം നിർത്തുമെന്ന് കാണിച്ച് മെഡിക്കൽ കോളേജ് ആശുപത്രി അധികൃതർക്കും ആരോഗ്യവകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറിക്കും മൊത്ത വിതരണക്കാർ കത്ത് നൽകിയിരുന്നു. ഇന്നു മുതൽ മരുന്ന് സർജിക്കൽ ഉപകരണങ്ങളും വിതരണം ചെയ്യേണ്ടെന്നാണ് ഇവരുടെ തീരുമാനം. മരുന്ന് വിതരണം ചെയ്ത് 90 ദിവസത്തിനുള്ളിലെങ്കിലും ബിൽ തുക ലഭ്യമാക്കണമെന്നും വിതരണക്കാർ ആവശ്യപ്പെടുന്നു. നല്ലൊരു എമൗണ്ട് കിട്ടാണ്ട് ഏപ്രിൽ 24 മുതലുള്ള പേയ്മെന്റ് കിട്ടാനുണ്ട്. ഇതുവരെ ഞങ്ങൾ കൊടുത്തുകൊണ്ടിരുന്നു. ഇനി നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റാത്തൊരു സിറ്റുവേഷനാണുള്ളത്. അത്രയും പേയ്മെന്റ് ഞങ്ങൾക്ക് അവിടുന്ന് കിട്ടാനുണ്ട്. അല്ല, ഞങ്ങൾ ക്രെഡിറ്റ് കൊടുക്കാൻ തയ്യാറാണ്. ഞങ്ങളൊരു 90 മുതൽ 110 ദിവസം വരെ നമ്മൾ കടം കൊടുക്കാൻ തയ്യാറാണ്. നമ്മൾ ബിസിനസ് അങ്ങനെ തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. സാധാരണ ലെവലിൽ എല്ലാ മാസം നമുക്ക് പേയ്മെന്റ് കിട്ടാറാ പതിവ്. ഇപ്പോൾ ഒന്നര മാസങ്ങളാണ് നമുക്ക് കിട്ടുന്നത്. കഴിഞ്ഞ വർഷം മരുന്ന് വിതരണം നിലച്ചതിന് പിന്നാലെ മെഡിക്കൽ കോളേജിൽ മരുന്ന് ക്ഷാമം രൂക്ഷമായിരുന്നു. ക്യാൻസർ ഉൾപ്പെടെയുള്ള രോഗങ്ങൾക്ക് ചുരുങ്ങിയ ചെലവിൽ മരുന്ന് വിതരണം ചെയ്യുന്ന രാജ്യത്തെ ആരോഗ്യ കേന്ദ്രത്തിലൊന്നാണ് കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രി. അതുകൊണ്ടുതന്നെ മരുന്ന് വിതരണം മുടങ്ങിയാൽ സാധാരണക്കാരായ നിരവധി പേരെ അത് ദുരിതത്തിലാക്കും. അമൃത ന്യൂസ്, കോഴിക്കോട്.